ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, ഹരീഷാണ്. എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. നവംബർ മാസത്തെ ജ്യോതിഷ ഫലമാണ് ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. ഒക്ടോബർ മാസം ചെറിയൊരു മിസ്സുണ്ടായി. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കാരണമാണ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു വിഷമതകൾ ഉണ്ടായത് കാരണമാണ് ഇത് കൊണ്ടുവരാൻ കൊണ്ട് സാധിക്കാത്തത്. ഇനി മുതൽ എല്ലാ മാസവും ജ്യോതിഷ ഫലങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ തന്നെ വർഷാവസാനമാണ്. അടുത്ത വർഷം എല്ലാവർക്കും എങ്ങനെയാണെന്നും ഞാൻ കൃത്യമായിട്ട് കണക്കൂട്ടി ഈ ചാനൽ മൂല്യമായിട്ട് കൊണ്ടുവരുന്നതാണ്. മുമ്പെയുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജനന ജാതകം കയ്യിലെടുത്ത് വെക്കുക. അതിൽ ചന്ദ്രൻ ചാന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ MO, ഇംഗ്ലീഷിലാണെങ്കിൽ MO മൂന്ന് എഴുതിയിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ കൂറ്. അപ്പൊ അതാദ്യം ഏതാണെന്ന് കണ്ടുപിടിച്ച് വെക്കുക, ആ രാശി. അത് കഴിഞ്ഞ് നിങ്ങളുടെ ലഗ്നം ഏത് രാശിയിലാണെന്ന് നോക്കുക. അപ്പോൾ L എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ല എന്ന് എഴുതിയിട്ടുണ്ടാവും. മലയാളത്തിലാണെങ്കിൽ ASC അസെൻഡന്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് ഏതിലാണെന്ന് നോക്കിയിട്ട് ആ രാശി നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. അപ്പൊ ഇത് രണ്ടിന്റെയും ഫലങ്ങൾ ഏതാണെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കുക. രണ്ടും കോറിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പൂർണ്ണമായ ഫലം നവംബർ മാസത്തിലേക്ക് ലഭിക്കാവുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇനിയുള്ള വീഡിയോകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യന്താപേക്ഷികമാണ്. ഞാൻ നോക്കുമ്പോൾ യൂട്യൂബ് പറയുന്നത് 90% വ്യൂവേഴ്സും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത്. അപ്പൊ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അതേപോലെ തന്നെ കമന്റ്സ് ഇടണം. നിങ്ങളുടെ സംശയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂറിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ലഗ്നത്തെ കുറിച്ചുള്ള, നിങ്ങളുടെ ഫലങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ, നിങ്ങൾ അഭിപ്രായങ്ങൾ ഇടുക. എന്നാൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചേരുകയുള്ളൂ. യൂട്യൂബിന്റെ അൽഗോരിതം അങ്ങനെയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കമന്റ് ചെയ്യില്ലെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയുള്ളൂ. ഇത് എല്ലാവരും എത്തിയാൽ മാത്രമേ എല്ലാവർക്കും ഈ നല്ല ഫലങ്ങൾ കിട്ടി എല്ലാവർക്കും നല്ല ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ വീഡിയോയിൽ ഉടനീളം എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അതും നിങ്ങൾ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻ ഒരുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓരോ കൂറ്, ഓരോ ലഗ്നം, അത് രണ്ടിനും ഒരുമിച്ചാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് ഓരോ കൂറുകാർക്കും അല്ലെങ്കിൽ ഓരോ ലഗ്നക്കാർക്കും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറ് അല്ലെങ്കിൽ മേടലഗ്നം. മേടക്കൂറുകാരുടെ രാശിനാഥൻ ചൊവ്വയാണ്. അപ്പൊ രാശിനാഥൻ ബലവാനായി ഇരിക്കുന്നിടത്തോളം കാലം ഒരു 30 മുതൽ 40-50% വരെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് കൂടും, നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം കുറച്ച് അനുകൂലമല്ലെങ്കിലും രാശിനാഥൻ ബലവാനായിട്ട് നിൽക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നവംബർ മാസം മുഴുവൻ ചൊവ്വ വൃശ്ചികം രാശിയിലാണ് നിൽക്കുന്നത്. വൃശ്ചികം എന്ന് പറയുന്നതും ചൊവ്വയുടെ സ്വഗ്രഹമാണ്. അപ്പോ ചൊവ്വ സ്വന്തം രാശിയായ വൃശ്ചികത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മേടത്തെ വെച്ച് നോക്കുമ്പോൾ വൃശ്ചികം 8ാം ഭാവത്തിലാണ്. 8ാം ഭാവം മറവ് സ്ഥാനമാണ്, മറഞ്ഞു നിൽക്കുന്ന സ്ഥാനമാണ്. മറഞ്ഞു നിൽക്കുന്ന സ്ഥാനത്തിൽ 6, 8, 12 എപ്പോഴും മറഞ്ഞ സ്ഥാനങ്ങളാണെന്നാണ് പറയുക, ഭാവങ്ങൾ. അപ്പോ ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ പൂർണ്ണ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ചൊവ്വ ബലവാനായിട്ട് നിൽക്കുകയാണ്, പക്ഷേ ആ ഭാവത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ്, അതുപോലെ തന്നെ വീട്ടിലുള്ള ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുമെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷമായി മുന്നിലേക്ക് വരും. അതായത് ഇപ്പോൾ ചില രോഗങ്ങൾ നിങ്ങൾക്ക് അത് മറഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക, അത് നിങ്ങൾക്ക് പ്രത്യക്ഷമായി മുന്നിൽ വരുന്ന സമയമാണിത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻലോസുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കൃത്യമായി വെക്കുക. കൂടുതൽ കശപിശകളിലേക്കോ വഴക്കുകളിലേക്കോ പോവാതിരിക്കുക ഈ സമയം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ 7.5 ശനി മാർച്ച് 29 മുതൽ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെതായ ചലഞ്ചസ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അനുഭവിക്കുന്നുണ്ടാവാം. അതിന്റെ കൂടെയാണ് ഇപ്പോൾ രാശിയാധിപൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത മാസമാകുമ്പോൾ അത് 9ാം ഭാവത്തിലേക്ക് പോകും. അത് വളരെ നല്ലതാണ്. അപ്പൊ ഈ മാസം കുറച്ച് സൂക്ഷിച്ചിരിക്കേണ്ട കാരണമുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും
വ്യാഴം അത് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വ്യാഴം ഇപ്പോ അതിവേഗത്തിൽ സ്വന്തം ഉച്ചസ്ഥാനമായ കർക്കിടകത്തിൽ നിൽക്കുകയാണ്, ഉച്ചനായി നിൽക്കുകയാണ് കർക്കിടകത്തിൽ. അത് നിങ്ങളുടെ 4-ാം ഭാവമാണ്. 4-ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്, വാഹനം, അതേപോലെ തന്നെ മാതാവ് എന്നിവയെ കുറിക്കുന്നതാണ്. ഈ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം മംഗളകരമായിട്ട് കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹവും നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൊണ്ടു തരുന്നതാണ്. സൂര്യൻ, ബുധൻ എന്നിവ 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലുമായിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ പകുതിയാവുമ്പോൾ സൂര്യൻ 7-ൽ നിന്ന് 8-ലേക്ക് പോകും, തുലാത്തിൽ നിന്ന് വൃശ്ചികത്തിലേക്ക് പോകുന്നതാണ്. അതേപോലെ തന്നെ ബുധനും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ബുധൻ വക്രത്തിലേക്ക് മാറി വൃശ്ചികത്തിൽ നിന്ന് തുലാത്തിലേക്ക് പോവുകയാണ്. ഇത് രണ്ടും ആനുകൂല്യമായ പൊസിഷൻസ് അല്ല. മേടത്തെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ കാര്യവും അനുകൂലമായിട്ട് വരേണ്ടതായിട്ടുള്ള കാരണങ്ങൾ കാണുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മരംഗത്ത്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ഇട്ടിട്ട് അലസതയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് ലൈ ലോ എന്നുള്ളതാണ് ഈ മാസം നിങ്ങൾക്ക് കൃത്യമായി അപേക്ഷിക്കേണ്ട കാര്യം. വീട്, വാഹനം എന്നുള്ളവയിൽ കുറച്ച് സാമ്പത്തിക ലാഭം ലഭിക്കുമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. നവംബർ മാസം മേടക്കൂറുകാര് അല്ലെങ്കിൽ മേട ലഗ്നക്കാര് വളരെയധികം കെയർഫുൾ ആയിട്ട് നിൽക്കേണ്ട സമയമാണ്. നിങ്ങൾ എല്ലാ കാര്യവും സൂക്ഷിച്ചു ചെയ്യുക. ഗുരുവിന്റെ അഭിപ്രായം തേടുക. മാതാപിതാക്കളിൽ നിന്ന് വളരെയധികം നല്ല അഭിപ്രായങ്ങൾ തേടുക. വഴക്കുകളിൽ ചെന്ന് പെടാതിരിക്കുക. ഇത് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നവംബർ സുഗമമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇടവക്കൂറ് അല്ലെങ്കിൽ ഇടവം ലഗ്നക്കാർക്ക് നവംബർ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനാണ്. ശുക്രൻ ഈ മാസം 3-ാം തീയതി നിങ്ങളുടെ 5-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ മാസത്തിന്റെ അവസാനം വരെ 27-ാം തീയതി 6-ൽ നിന്ന് 7-ലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 6-ാം ഭാവത്തിൽ തന്നെയാണ് ഈ മാസം ഓൾമോസ്റ്റ് മുഴുവനായിട്ട് നിങ്ങളുടെ രാശ്യാധിപൻ നിൽക്കുന്നത്. 6, 8, 12 എന്നുള്ളത് അത്ര ശുഭകരമായിട്ടുള്ള പൊസിഷൻസ് അല്ല, ഭാവങ്ങളല്ല. എന്നിരുന്നാലും ഒരു ശുഭഗ്രഹമായ ശുക്രൻ അവിടെ വരുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നെഗറ്റീവ് കൊണ്ടുവരില്ല. കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. നിങ്ങളുടെ ആരോഗ്യം കുറച്ച് മെച്ചപ്പെടുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കൾ നിങ്ങൾക്ക് കുറച്ച് ഫേവറബിൾ ആയിട്ട് സംസാരിക്കാനുള്ള കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫേവറബിൾ അവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ 2-ാം ഭാവത്തിലായിരുന്ന വ്യാഴം, അതായത് മിഥുനത്തിലായിരുന്നു വ്യാഴം, നിങ്ങളുടെ 2-ാം ഭാവത്തിൽ നിങ്ങൾക്ക് വളരെയധികം ധനവും എല്ലാം കൊണ്ടു തന്നിരുന്ന വ്യാഴം ഒക്ടോബർ മാസം 18-ാം തീയതി നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് ഗോചരമായിട്ടുണ്ട്, കർക്കിടകത്തിലേക്ക്. കർക്കിടകത്തിൽ വ്യാഴൻ ഉച്ചനാണ്. എന്നിരുന്നാലും 3 എന്നുള്ളത് വളരെയധികം നല്ല ഒരു പൊസിഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ മോശവും വരാനില്ല. ധൈര്യ വീര്യ സ്ഥാനമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈ സ്ഥാനമാണ്, ഈ ഭാവമാണ് കുറിക്കുന്നത്. അപ്പൊ വ്യാഴൻ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ധൈര്യം, അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾ കുറച്ചുകൂടെ വോക്കൽ ആവാനുള്ള സാധ്യത ഇതൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് വന്നിരുന്ന ധന ആനുകൂല്യം കുറച്ച് കുറയുന്നതായി കാണുന്നതാണ്. ഡിസംബർ ആവുമ്പോഴേക്കും വ്യാഴം വക്രഗതിയിൽ തിരിച്ച് നിങ്ങളുടെ 2-ാം ഭാവമായ മിഥുനത്തിൽ തന്നെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് പിന്നെയും നന്മ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ 6-ാം ഭാവമായ തുലാത്തിൽ നിന്ന് 7-ാം ഭാവമായ വൃശ്ചികത്തിലേക്ക് മാറുകയാണ് 17-ാം തീയതി. 6-ാം ഭാവം അത്ര നല്ലതല്ലായിരുന്നു. നിങ്ങളുടെ ആരോഗ്യം കുറച്ച് ഈ മാസം, അതായത് ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെ കുറച്ച് അഫക്റ്റ് ആവുമെങ്കിലും 7-ാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളില്ല. പക്ഷേ നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ട്, അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയാകാം, ഇവരുമായിട്ട് കുറച്ച് ചൂട് പിടിച്ച കശപിശകൾ വരാനുള്ള സാധ്യതകളുണ്ട്, വഴക്കുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ കുറച്ച് കുറയ്ക്കേണ്ടതാണ്. ഞാൻ എന്ന ഭാവം ഈ സമയത്ത് നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ട് മുന്നിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു ഭാവം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്, കുറച്ച് കുറയ്ക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് നോക്കുമ്പോൾ
ബുധൻ ആണ് വിദ്യയ്ക്ക് കാരണമായ ഗ്രഹം. ബുധൻ ഈ മാസം ഓൾമോസ്റ്റ് 24 തീയതി വരെയാണ് ഗോചരം നടക്കുന്നത്. പക്ഷേ വക്രഗതിയിൽ വൃശ്ചികം എന്ന വൃശ്ചിക രാശിയിൽ നിങ്ങളുടെ 7ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 24 തീയതി ആകുമ്പോൾ അത് വക്രഗതിയിൽ പിന്നോട്ട് തുലാം രാശിയിൽ വരുന്നതാണ്. അപ്പൊ 7ൽ നിന്ന് 6ലേക്ക് വരികയാണ്. പക്ഷേ ഈ മാസം ഓൾമോസ്റ്റ് മുഴുവനായിട്ട് 7ൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് യൂട്ടിലൈസ് ചെയ്യാവുന്ന പീരീഡ് ആണ്. കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചേർന്നുള്ള എന്തെങ്കിലും ഒരു റിസർച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സയൻസ് ഫെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ സമയം വളരെയധികം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 24 തീയതിക്ക് ശേഷം നിങ്ങൾ 6ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ സമയം വിദേശത്ത് പോയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അതിന് ലോൺ ലഭിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനും ഉള്ള ഒരു നല്ല സമയം ആയിട്ടാണ് കാണുന്നത്. ശനി നിങ്ങളുടെ 11ാം ഭാവം മീനം എന്ന രാശിയിൽ 11ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ഇനി ഒരു 2 വർഷം അവിടെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7ര ശനി തുടങ്ങുന്നതാണ്. അതുവരെ ആ സമയം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. 11ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് മോശമല്ല, നിങ്ങൾക്ക് ആനുകൂല്യം തന്നെയാണ്. അതേപോലെ തന്നെ രാഹു 10ൽ നിൽക്കുകയാണ്. അതും നിങ്ങൾക്ക് അധികം മോശമില്ലാത്ത ഒരു ഇതാണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് അവിചാരിതമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ് രാഹു 10ൽ നിൽക്കുന്ന സമയത്ത്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 4ൽ കേതു നിൽക്കുന്നത് ഗ്രഹസംബന്ധമായിട്ടും മാതാവിന്റെ ആരോഗ്യമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ മോശമാണെന്ന് പറയാനുള്ള സാധ്യതകളില്ല. അപ്പോ ഇടവക്കൂറുകാർക്ക് അല്ലെങ്കിൽ ഇടവം ലഗ്നക്കാർക്ക് ഈ നവംബർ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കുറച്ച് ചലഞ്ചസ് കൂടുതൽ നിൽക്കാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ രാശ്യാധിപൻ 6ൽ നിൽക്കുന്നത് അത്ര ഒരു ഗുണകരമായിട്ട് വരുന്നതല്ല. അതേപോലെ തന്നെ ഗുരു നിങ്ങളുടെ 3ാം ഭാവത്തിൽ നിൽക്കുന്നതും അത്ര ഗുണമായിട്ടല്ല. ഇവ രണ്ടുപേരും ശുഭഗ്രഹങ്ങളാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മരംഗത്തായാലും വിദ്യാർത്ഥികൾക്കായാലും കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പക്ഷെ കുറച്ച് പോസിറ്റീവ്സും ഉണ്ട്. നിങ്ങൾ പോസിറ്റീവ്സ് എപ്പോഴും മുന്നോട്ട് വെക്കുക. ചലഞ്ചസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് കുറച്ച് ലൈലോ ഓഫീസിലൊക്കെ കുറച്ച് ദേഷ്യം കുറച്ച് അല്ലെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പാർട്ട്നേഴ്സുമായിട്ട് ഈ സമയത്ത് കശപിശകൾക്ക് പോകരുത്. വീട്ടിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയായിട്ടോ കശപിശയ്ക്ക് പോകരുത്, വഴക്കിന് പോകരുത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് നോക്കി നയിച്ചു കഴിഞ്ഞാൽ നവംബർ നമുക്ക് സുഗമമായിട്ട് ക്രോസ് ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിഥുനക്കൂറ് അല്ലെങ്കിൽ മിഥുനം ലഗ്നക്കാർക്ക് നവംബർ എങ്ങനെയാണെന്ന് നോക്കാം. മിഥുനത്തിന്റെ രാശ്യാധിപൻ ബുധനാണ്. ബുധൻ ഈ മാസത്തിന്റെ ഓൾമോസ്റ്റ് 24 തീയതി വരെ നിങ്ങളുടെ 6ാം ഭാവമായ വൃശ്ചികത്തിൽ നിൽക്കുകയാണ്. വക്രഗതിയിലാണ്. 24 തീയതിക്ക് ശേഷം വക്രഗതിയിൽ തന്നെ 5ാം ഭാവമായ തുലാത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോ രാശ്യാധിപൻ 6ാം ഭാവത്തിൽ നിൽക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ശുഭകരമല്ല. പക്ഷെ വക്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ഒരു ഫോഴ്സ് മറ്റൊരു നെഗറ്റീവ് ഫോഴ്സുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പലതും പോസിറ്റീവ് ആവുമെന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്നിരുന്നാലും വളരെയധികം പോസിറ്റീവ് വരും എന്ന് പ്രതീക്ഷിക്കുന്നതല്ല. എന്നിരുന്നാലും ഈ മാസം നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചതുപോലെയുള്ള ഫീലിംഗ് ആയിരിക്കും. അതിന്റെ കാരണം നിങ്ങളുടെ രാശിയിൽ ഉണ്ടായിരുന്ന വ്യാഴം അല്ലെങ്കിൽ ഗുരു ഒക്ടോബർ 18 തീയതി നിങ്ങളുടെ 2ാം ഭാവമായ കർക്കിടകത്തിലേക്ക് മാറിയിരിക്കുകയാണ്, ഗോചരം ചെയ്തിരിക്കുകയാണ്. 2ാം ഭാവം എന്ന് പറയുന്നത് ധനം, വാക്ക് എന്നിവയുടെ ഭാവമാണ്. ധനവരവ് നിങ്ങൾക്ക് വളരെയധികം കൂടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്തു നിന്നായാലും നിങ്ങളുടെ പൂർവിക സ്വത്തായാലും എല്ലാം അവിടെ നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ശുക്രൻ ഈ മാസം 3ാം തീയതി വരെ നവംബർ 3ാം തീയതി വരെ 4ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് വളരെ പോസിറ്റീവാണ്. അത് കഴിഞ്ഞ് 5ാം ഭാവത്തിലേക്ക് പോവുകയാണ്. 5ാം ഭാവം എന്ന് പറയുന്നത് പൂർവ്വ പുണ്യസ്ഥാനമാണ്, നിങ്ങളുടെ മക്കളെ കുറിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പിതൃക്കളിൽ നിന്ന്, നിങ്ങളുടെ പേരൻസിൽ നിന്ന്, നിങ്ങളുടെ മക്കളിൽ നിന്നുള്ള എല്ലാം പൂർണ്ണമായ ആനുകൂല്യം നിങ്ങൾക്ക് ഈ മാസം വന്നു ചേർന്നതാണ്. 2ൽ വ്യാഴം, 5ൽ ശുക്രൻ. വേറെന്താ വേണ്ട? അതാ ഞാൻ പറഞ്ഞത് ലോട്ടറി അടിച്ചത് പോലെയാണെന്ന്. ശനി 10ാം ഭാവത്തിൽ നിൽക്കുകയാണ്.
കർമ്മരംഗത്ത് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ വരുവാണെങ്കിലും ശനി അത്ര ദോഷം ചെയ്യില്ല. കർമ്മരംഗത്തേക്ക് 10-ൽ നിൽക്കുമ്പോൾ അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. രാഹു 9-ൽ നിൽക്കുന്നത് രാഹുവിനെ പോലെ കൊടുക്കുന്നവനില്ലെന്നാണ് പറയുക. അപ്പോ രാഹു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും അതേ സമയത്ത് വ്യാഴൻ 2-ലും ശുക്രൻ 5-ലും നിൽക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം നല്ലത് തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കർമ്മരംഗത്ത് നിങ്ങൾ കുറച്ചുകൂടെ ജാഗരൂകരായി ഇരിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഈ മാസം പകുതി വരെ തുലാത്തിലും അത് കഴിഞ്ഞ് വൃശ്ചികത്തിലേക്കും വരികയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് ഈ മാസം പകുതി വരെ വളരെ നല്ലതാണെങ്കിലും പകുതിക്ക് ശേഷം 6-ാം ഭാവം ആയതിനാൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം പകുതിക്ക് ശേഷം. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത്? വിദ്യാർത്ഥികൾക്കാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ മാസം ലാപ്സ് ചെയ്യരുത്. പക്ഷേ അതേസമയം നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ഒരു ലോണിനായി അപേക്ഷിച്ചിട്ട്, ഒരു എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു ലോൺ അപേക്ഷിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ മാസം അത് സാങ്ഷനായി നിങ്ങളുടെ കയ്യിൽ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എന്നിരുന്നാലും ബുധൻ വക്രഗതിയിലായതുകൊണ്ട് കുറച്ച് തടസ്സങ്ങൾ അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ അത് കൃത്യമായി ബാങ്കിലൊക്കെ പോയിട്ട് ഫോളോ അപ്പ് ചെയ്ത്, അതേപോലെ തന്നെ എവിടെയാണോ അപേക്ഷിച്ചിട്ടുള്ളത് ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒന്ന് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അലസത കുറയ്ക്കണം വിദ്യാർത്ഥികൾ. അതേപോലെ തന്നെ കർമ്മരംഗത്തും നിങ്ങൾ അലസത കുറയ്ക്കേണ്ടതാണ്. ബാക്കി എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മിഥുന കൂറുകാർക്ക്, മിഥുന ലഗ്നക്കാർക്ക് ഈ മാസം ഒരു ഡോട്ട് അടിച്ചതുപോലെ ഉണ്ടാവും. പ്രശ്നങ്ങൾ മാറി നിങ്ങൾക്ക് അലച്ചിൽ വളരെയധികം കുറഞ്ഞു കിട്ടും. ഗുരു നിങ്ങളുടെ രാശിയിൽ തന്നെയായിരുന്നു. ആ രാശിയിൽ നിന്ന് ഗുരു 2-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ അലച്ചിൽ കുറഞ്ഞ് വീട്ടിൽ സുഖവും സന്തോഷവും വരുന്നതാണ്. മംഗളകർമ്മങ്ങൾ വന്നു ചേരാനുള്ള സമയമാണ്. അത് നിങ്ങൾ കൃത്യമായി ഈ സമയം യൂട്ടിലൈസ് ചെയ്യുക. ഡിസംബർ 5-ാം തീയതി ആകുമ്പോൾ തിരിച്ച് ഗുരു വക്രമായിട്ട് നിങ്ങളുടെ രാശിയിൽ തന്നെ വരുന്നതാണ് അടുത്ത ജൂൺ വരെ. അപ്പോൾ ഈ ഒരു 1.5 മാസം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും വന്നു ചേരുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. കർക്കിടക കൂറ് അല്ലെങ്കിൽ കർക്കിടകം ലഗ്നക്കാർക്ക് നവംബർ ഒരു നല്ല സമയം കൊണ്ടുവരുന്നതാണ്. ഒക്ടോബർ 18-ാം തീയതി ഗുരു നിങ്ങളുടെ 12-ാം ഭാവത്തിൽ നിന്ന് സ്വന്തം രാശിയായ, സ്വന്തം ഭാവമായ കർക്കിടകത്തിൽ മാറിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. 12-ാം ഭാവത്തിൽ മറഞ്ഞിരുന്ന വ്യാഴം ഉച്ചസ്ഥാനമായ, നിങ്ങളുടെ കർക്കിടകം എന്നുള്ളത് ഗുരുവിന്റെ ഉച്ചസ്ഥാനമാണ്. ഉച്ചനായ ഗുരു നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അത് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ രാശ്യാധിപൻ ചന്ദ്രനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ രാശ്യാധിപൻ നല്ലവനായി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. അപ്പോ ഈ ചന്ദ്രൻ 15 ദിവസം നല്ലവനും 15 ദിവസം മോശം നിലയിലും എന്നാണ് സങ്കല്പം. അപ്പോൾ പൂർണ്ണചന്ദ്രനിലേക്ക് പോകുമ്പോൾ നല്ലവനും അമാവാസ്യയിലേക്ക് പോകുമ്പോൾ അത് മോശമായിട്ട് വരും. അപ്പൊ അത് നിങ്ങൾക്ക് ഓരോ ദിവസം മാറി മാറി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ചന്ദ്രനിൽ നിന്നുള്ള ഫലങ്ങൾ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ വ്യാഴൻ നിങ്ങളുടെ ഭാവത്തിൽ വരുന്നത്, നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരുന്നത് വളരെയധികം നല്ലതാണ്. അലച്ചിലുകൾ കുറച്ചു കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം കൂടും. നിങ്ങളുടെ ദൈവാനുഗ്രഹം കൂടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഭാവം വരുന്നതാണ്. കുടുംബത്തിൽ നല്ല ഐശ്വര്യം വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഗുരു 1-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലർ പറയാറുണ്ട്, രാമന് ഗുരു 1-ാം ഭാവത്തിൽ വന്നപ്പോഴാണ് രാമൻ വനവാസത്തിന് പോയതെന്ന്. അപ്പോൾ നിങ്ങൾ വനവാസത്തിന് പോകുമെന്നല്ല അർത്ഥം. പക്ഷെ അലച്ചിലുകൾ കൂടാവുന്നതാണ്. അത് നിങ്ങളുടെ നന്മകൾക്കുള്ള അലച്ചിലുകളാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഒരു ദോഷവും ഈ സമയത്ത് വരാൻ സാധ്യതയില്ല. ശുക്രൻ എന്നുള്ള ഗ്രഹം നിങ്ങളുടെ 4-ാം ഭാവത്തിൽ, 3-ാം ഭാവത്തിലായിരുന്നു, 4-ാം ഭാവത്തിലേക്ക് ഈ മാസം വരുന്നതാണ്. അത് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ വളരെയധികം നല്ലത് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്.
പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. എന്തെങ്കിലും നിങ്ങൾ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലമോ പുതിയ വാഹനം മാറാനോ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം വളരെയധികം നല്ലതാണ്. 27-ാം തീയതി ശുക്രൻ പിന്നെയും ഗോചരം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള പീരീഡ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ മാതാവിന്റെ ആരോഗ്യമായാലും നിങ്ങളുടെ മാതാവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആയിട്ടും വളരെയധികം നല്ലതാണ് ഈ സമയത്ത് വരുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്തും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഈ മാസം പകുതി വരെ തുലാം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ, നിങ്ങളുടെ 4-ാം ഭാവമാണ് തുലാം രാശി, 5-ാം ഭാവമായ വൃശ്ചികത്തിലേക്ക് 17-ാം തീയതി വൃശ്ചിക മാസത്തിലേക്ക് ഗോചരം ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന സമയമാണ്. അവിടെ നിന്ന് 5-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ 5-ാം ഭാവം പൂർവ്വ പുണ്യ സ്ഥാനമാണ്. അതായത് നിങ്ങളുടെ അച്ഛനിൽ നിന്നോ പിതൃക്കളിൽ നിന്നോ ഉള്ള ആനുകൂല്യം ഈ സമയത്ത് നല്ലതാണ്. അതായത് നിങ്ങളുടെ ബോസ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം നിങ്ങളുടെ ബോസ് വളരെയധികം നല്ലത് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ അച്ഛൻ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ പിതൃസ്ഥാനത്തുള്ള ആരെങ്കിലും നിങ്ങളുടെ ഓഫീസിലുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അവർ മൂല്യം ആനുകൂല്യങ്ങൾ വരുന്നതാണ്. കുട്ടികളുമായിട്ടുള്ള വഴക്കുകൾ കുറച്ച് കുറയ്ക്കേണ്ടതാണ് ഈ മാസം. നിങ്ങൾക്ക് കുറച്ച് ഹെഡ് വെയിറ്റ് വരുന്നതാണ്. കുട്ടികൾക്ക് എന്താണ് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അത് നിങ്ങളുടെ 5-ാം ഭാവം എന്നുള്ള പൊസിഷനിൽ ചൊവ്വയും നിൽക്കുന്നുണ്ട്. അപ്പൊ ചൊവ്വയും സൂര്യനും വളരെയധികം പവറുള്ള, വളരെയധികം കോപമുള്ള ഗ്രഹങ്ങളാണ് നിങ്ങളുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അത് ആനുകൂല്യമാണ്. പക്ഷെ അതേസമയം നിങ്ങളുടെ കോപം നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. എസ്പെഷ്യലി നിങ്ങളുടെ കുട്ടികളോട് നിങ്ങളുടെ കോപം കുറയ്ക്കുന്നതാണ്. എന്തെങ്കിലും കൈവിട്ട് അല്ലെങ്കിൽ വാവിട്ട് വാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കാതിരിക്കുക ഈ സമയത്ത്. ശനി നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ്. അത് നിങ്ങൾക്ക് മോശമൊന്നുമല്ല. 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നത് മോശമല്ല. രാഹു 8-ാം ഭാവത്തിൽ മറഞ്ഞതും നിങ്ങൾക്ക് അവിചാരിതമായി നിങ്ങൾക്ക് ലക്ക് വരാവുന്നതാണ്. അവിചാരിതമായി പണവരവ് ഈ സമയത്ത് വരാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാസം കർക്കിടക കൂറ് അല്ലെങ്കിൽ കർക്കിടക ലഗ്നക്കാർക്ക് വളരെയധികം നല്ലത് തന്നെയാണ്. കുറച്ച് ചലഞ്ചസ് വരും. ചന്ദ്രൻ മൂവ് ചെയ്യുന്നതനുസരിച്ചുള്ള ചലഞ്ചസ് നിങ്ങൾക്ക് വരാവുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെയധികം നല്ലത് തന്നെയാണ്. വിദ്യാർത്ഥികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. 5-ാം ഭാവത്തിലാണ് ബുധൻ ഈ മാസത്തിന്റെ ഓൾമോസ്റ്റ് 24-ാം തീയതി വരെ. അത് കഴിഞ്ഞ് വക്രഗതിയിൽ 4-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. പിതൃക്കളുടെ ആനുകൂല്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും വക്രഗതി ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങൾ വരാവുന്നതാണ്. കോൺസെൻട്രേഷൻ കളയരുത്. നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ഗുരുക്കന്മാര്, പിതൃതുല്യരായ ഗുരുക്കന്മാര് പറയുന്നത് കൃത്യമായി കേട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ സ്വന്തം നിലയിലുള്ള ആഗ്രഹങ്ങൾ മുന്നോട്ട് വെക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ലത് മാത്രമേ വരികയുള്ളൂ. ഗുണങ്ങൾ കൂടി നിൽക്കുന്ന ഒരു മാസമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കർക്കിടക കൂറുകാര്. നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചിങ്ങക്കൂറ് അല്ലെങ്കിൽ ചിങ്ങം ലഗ്നക്കാർക്ക് നവംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. നവംബർ മാസം 17-ാം തീയതി നിങ്ങളുടെ രാശ്യാധിപനായ സൂര്യൻ നീചസ്ഥാനമായ തുലാത്തിൽ നിന്ന്, അത് നിങ്ങളുടെ 3-ാം ഭാവമാണ്, അവിടെ നിന്ന് നിങ്ങളുടെ 4-ാം ഭാവമായ വൃശ്ചികത്തിലേക്ക് ഗോചരം ചെയ്യുകയാണ്. ഈ 17-ാം തീയതി വരെ നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടാവാം. നിങ്ങൾക്ക് എസ്പെഷ്യലി കർമ്മരംഗത്ത് നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്തുണ്ടാവും. അഷ്ടമ സ്ഥാനത്ത് നിൽക്കുന്ന ശനി ഈ സമയത്ത് സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന് കുറച്ച് ഒരു ഫ്യൂവൽ ചെയ്യുന്നത് പോലെ, വളം ഇട്ട് കൊടുക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. അപ്പോ കർമ്മരംഗത്ത് നിങ്ങൾ കൃത്യമായി ഈ മാസം പകുതി വരെ ശ്രദ്ധിക്കേണ്ടതാണ്. 4-ാം ഭാവത്തിലേക്ക് സൂര്യൻ വരുന്നത് നിങ്ങളുടെ നല്ലതിലേക്കാണ്. വൃശ്ചികത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയം 17-ാം തീയതി മുതൽ കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങൾ വളരെയധികം മാറിക്കിട്ടുന്നതാണ്. നവംബർ മാസം നിങ്ങൾക്ക് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. അത് വ്യാഴൻ നിങ്ങളുടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒക്ടോബർ മാസം 18-ാം തീയതി നിങ്ങളുടെ 11-ാം ഭാവമായ മിഥുനത്തിൽ നിന്ന് വ്യാഴൻ
12ാം ഭാവമായി കർക്കിടകത്തിലേക്ക് ഗോചരം ചെയ്തിട്ടുണ്ട്. കർക്കിടകത്തിൽ വ്യാഴൻ ഉച്ചനാണ്, അത് വളരെ നല്ലതാണ്. പക്ഷേ 12ാം ഭാവം എന്ന് പറയുന്നത് വിരയസ്ഥാനമാണ്. വിരയസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഒരേ ഒരു അഡ്വൈസ് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ചെലവുകൾ നിങ്ങൾ ശുഭ ചെലവുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. ചെലവുകൾ തടയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വരുന്നത് വരവ് എത്രയാണോ അതുപോലെ തന്നെ ചെലവും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ, അച്ഛനമ്മമാരുടെയോ ഭാര്യയുടെയോ പേരിൽ ക്ഷേത്ര വഴിപാടുകൾ, ക്ഷേത്രത്തിനുള്ള കാണിക്കകൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള ഒരു പുണ്യമായിട്ട് അതവിടെ കിടക്കും. പക്ഷെ ചെലവുകൾ കുറയ്ക്കാമെന്നുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ചൊവ്വ ഈ മാസം മുഴുവനും വൃശ്ചികത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിലും 17ാം തീയതിക്ക് ശേഷം സൂര്യനും അവിടെ വരികയാണ്. 2 ഗ്രഹങ്ങളും വളരെയധികം ചൂടുള്ള ഗ്രഹങ്ങളാണ്. അത് കാരണം വീട്ടിലായാലും നിങ്ങളുടെ അമ്മയോടായാലും കർമ്മരംഗത്തായാലും വഴക്കുകൾ കുറയ്ക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കശപിശകളിൽ കൊണ്ട് തല വെക്കാതിരിക്കുക, അത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ട കാര്യമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ വളരെയധികം കുറയുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ശനി നിങ്ങളുടെ 8ാം ഭാവത്തിൽ അഷ്ടമ ശനിയാണ്. അഷ്ടമ ശനി കഷ്ടതകൾ കൊണ്ടുവരുന്നതാണ്. എവിടെയാണ് നിങ്ങൾക്ക് കഷ്ടതകൾ വരുന്നത്? ആരോഗ്യ രംഗത്താണ്. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ബോൺസ്, മുട്ട് അല്ലെങ്കിൽ ഷോൾഡർ, അതേപോലെ തന്നെ ബാക്ക്, ഇതുപോലുള്ള സ്ഥലങ്ങളിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ലിവർ, ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പോ ഓൾറെഡി ചില പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായി എക്സസൈസ്, യോഗ എന്നിവ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറെയൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇതുപോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതകൾ നിങ്ങൾക്ക് കുറവാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് ചില ചലഞ്ചസ് ശനി കൊണ്ടുവരുന്നതാണ്. പക്ഷേ സൂര്യൻ 4ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം ശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, നിങ്ങൾ ജീവിത പങ്കാളിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണറുമായിട്ട് ചെറിയ തർക്കങ്ങൾ, സംശയങ്ങൾ, ഇവയൊക്കെ വരാനുള്ള ഒരു സാധ്യതകളുണ്ട്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സംശയിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ബുധൻ വക്രമായി നിൽക്കുകയാണ് വൃശ്ചികത്തിൽ. ഈ മാസം അവസാനമാകുമ്പോഴേക്കും വക്രഗതിയിൽ തന്നെ പിന്നോട്ട് സഞ്ചരിച്ച് ബുധൻ നിങ്ങളുടെ 3ാം ഭാവമായ തുലാത്തിലേക്ക് വരികയാണ്. 4ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര മോശമല്ലെങ്കിലും വക്രഗതിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷനെ ബാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതിന് ഫലങ്ങൾ കുറവായി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് കാരണം എഫേർട്സ് കൂടുതൽ ഇടേണ്ടതാണ്. 3ാം ഭാവത്തിൽ ബുധൻ വരുന്നത് അത്ര നല്ലതല്ല. പക്ഷേ നിങ്ങൾക്ക് അലച്ചിൽ കൂടാവുന്ന സാധ്യതകളുണ്ട്. നിങ്ങൾ വിദേശത്ത് പോയി പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ കർമ്മരംഗത്തായാലും വിദേശത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ശുക്രൻ നിങ്ങളുടെ 3ാം ഭാവത്തിൽ തന്നെ ഈ മാസം മുഴുവനായിട്ട് ഒരു 3ാം തീയതി മുതൽ 27ാം തീയതി വരെ നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിങ്ങം രാശി അല്ലെങ്കിൽ ചിങ്ങം ലഗ്നക്കാർക്ക് ഈ മാസം ചലഞ്ചസ് കുറച്ച് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. ഒരു 60% ചലഞ്ചസ് അല്ലെങ്കിൽ 70% ചലഞ്ചസ് ആണ് കാണുന്നത്. ഈ മാസം പകുതിയോടെ കാര്യങ്ങൾ മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കർമ്മരംഗത്ത് മെച്ചപ്പെടും. വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാണ്. ചെലവുകൾ കൃത്യമായിട്ട് നോക്കുക. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയുക. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നവംബർ സുഗമമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കന്നിക്കൂറ് അല്ലെങ്കിൽ കന്നി ലഗ്നക്കാർക്ക് നവംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ രാശ്യാധിപൻ ബുധനാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, രാശ്യാധിപൻ നല്ലവനായി കഴിഞ്ഞാൽ, ബലവാനായി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്നാണ്. പക്ഷേ കന്നിക്കാർക്ക് ഈ മാസം അത്ര ശുഭകരമല്ല ആ ന്യൂസ്.
മൂന്നാം ഭാവമായ വൃശ്ചികത്തിൽ ബുധൻ വക്രഗതിയിൽ നിൽക്കുകയാണ് ഈ മാസത്തിന്റെ ഓൾമോസ്റ്റ് അവസാനം വരെ, 24-ാം തീയതി വരെ. അത് കഴിഞ്ഞ് വക്രഗതിയിൽ തന്നെ ഗോചരം ചെയ്ത് പിന്നോട്ട് വന്ന് നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് വരികയാണ് 24-ാം തീയതി. 3-ാം ഭാവത്തിൽ രാശ്യാധിപൻ നിൽക്കുന്നത് അത്ര സുഖകരമല്ല. പക്ഷെ വക്രഗതിയിലായതുകൊണ്ട് ചെറിയൊരു പോസിറ്റീവ് ഉണ്ട്. ഒരു 10-15-20% പോസിറ്റീവാണ് എന്ന് പറയാം. ഇത് കാരണം നിങ്ങളുടെ കോൺഫിഡൻസ്, ഞാൻ എല്ലാം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഭാവം കുറയുന്നതാണ്. നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, നിങ്ങൾ എല്ലാ കാര്യത്തിനും ഞാൻ കറക്റ്റായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാമെന്നുള്ളത് നിങ്ങൾക്ക് വഴിതിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സൂര്യൻ ഈ മാസം 17-ാം തീയതി വരെ 2-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. പക്ഷെ നീചനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. 17-ാം തീയതി ശേഷം വൃശ്ചികമായ 3-ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് കർമ്മരംഗത്ത് ഈ മാസം മുഴുവനും അത്ര നല്ലതാണ് എന്ന് പറയാൻ സാധിക്കില്ല. കുറച്ച് മൗഢ്യം വരാനുള്ള സാധ്യതകളുണ്ട് ഈ മാസം പകുതി വരെ. പകുതിക്ക് ശേഷം സൂര്യൻ മറയുകയാണ്. അത് കാരണം നിങ്ങൾക്ക് കർമ്മരംഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറയാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് നെഗറ്റീവ്സ്. ഇത് പറയുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം ഒരു പോസിറ്റീവ്, വ്യാഴൻ നിങ്ങളുടെ 11-ാം ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ലാഭസ്ഥാനത്തിൽ വ്യാഴൻ, അതും ഉച്ചനായ വ്യാഴനാണ്. കർക്കിടകത്തിൽ വ്യാഴൻ ഉച്ചനാണ്. ഉച്ചനായ വ്യാഴൻ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വേറെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അതേപോലെ തന്നെ ഈ മാസത്തിന്റെ ഓൾമോസ്റ്റ് മുഴുവനായിട്ട് 3-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. തുലാത്തിൽ നിൽക്കുകയാണ് ശുക്രൻ. 11-ൽ വ്യാഴൻ, ലാഭസ്ഥാനത്തിൽ വ്യാഴൻ, ധനസ്ഥാനത്ത് ശുക്രൻ. ധനം ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കാനും വീട്ടിൽ കുട്ടികൾ ജനിക്കുന്നതിനായാലും വിവാഹമായാലും ഈ സമയത്ത് വളരെയധികം നല്ലതാണ്. നോക്കിക്കഴിഞ്ഞാൽ പാർട്ട്നേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കളായാലും അതേപോലെ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയാലും കുറച്ച് കശപിശകൾ വരുന്നതാണ്. ശനി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത്ര ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് പോകാവുന്നതാണ്. വ്യാഴനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ 6-ൽ രാഹുവും 12-ൽ കേതുവുമാണ്. അത് മറഞ്ഞു നിൽക്കുന്നതാണ്. നിങ്ങളുടെ നീചഗ്രഹങ്ങൾ മറഞ്ഞു നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ ചെറിയ ഒരു ഇത് വരുന്നതാണ്, ചെറിയ അസുഖങ്ങൾ വരുന്നതാണ്. പക്ഷേ ഒന്നും മേജറായിട്ട് വരാനുള്ള സാധ്യതകളില്ല. നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങളുടെ രാശിനാഥൻ മറഞ്ഞ് വക്രഗതിയിൽ നിൽക്കുന്നതും സൂര്യൻ നിങ്ങൾക്ക് 2-ൽ നീചനായി നിൽക്കുന്നതും 3-ാം ഭാവത്തിലേക്ക് പോകുന്നതും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശുഭഗ്രഹങ്ങളായ വ്യാഴനും ശുക്രനും 11, 2 എന്നീ ഭാവങ്ങളിൽ നിങ്ങൾക്ക് നിൽക്കുന്നത് വളരെയധികം ആനുകൂല്യമാണ്. ചൊവ്വ നിങ്ങളുടെ 3-ാം ഭാവമായ വൃശ്ചികത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് കാരണം കർമ്മരംഗത്ത് നിങ്ങൾ നിങ്ങളുടെ മിതത്വം പാലിക്കേണ്ടതാണ്. വഴക്കുകളിൽ ചെന്ന് തലവെക്കരുത്, പൊളിറ്റിക്സിൽ ചെന്ന് തലവെക്കരുത്. അതേപോലെ തന്നെ സബോർഡിനേറ്റ്സുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ എതിർ ലിംഗത്തിലുള്ള, നിങ്ങളിപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീ ആയാലും സ്ത്രീ ആണെങ്കിൽ പുരുഷനായാലും ഉള്ള എനിമീസ്, അതായത് ശത്രുക്കൾ ആ രീതിയിൽ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. അത് കർമ്മരംഗത്ത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. വ്യാഴന്റെയും ശുക്രന്റെയും ആനുകൂല്യം മുഴുവനായിട്ടുള്ളത് നിങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. തുലാക്കൂറ് അല്ലെങ്കിൽ തുലാ ലഗ്നക്കാർക്ക് നവംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. തുലാക്കൂറ് തുലാ ലഗ്നക്കാർക്ക് നവംബർ എന്ന് പറയുന്നത് ഒരു അടിപൊളി മാസമാണ്. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ ഓൾമോസ്റ്റ് മുഴുവൻ മാസവും, അതായത് 3-ാം തീയതി നവംബർ മുതൽ 27-ാം തീയതി നവംബർ വരെ നിങ്ങളുടെ തന്നെ രാശിയിൽ നിൽക്കുകയാണ്. രാശ്യാധിപൻ രാശിയിൽ തന്നെ നിൽക്കുമ്പോൾ വേറെന്താ വേണ്ടത്? അത് നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യമാണ്. സൂര്യൻ ഈ മാസത്തിന്റെ പകുതി വരെ നിങ്ങളുടെ രാശിയിൽ തന്നെയാണ്. നീചനാണെങ്കിലും നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 2-ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യാണ് 17-ാം തീയതി.
ഇത് നിങ്ങളുടെ കർമ്മരംഗത്ത് പുരോഗതി വരുന്നതാണ്, ധനവരവ് വരുന്നതാണ്. ഈ സമയത്ത് എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങളുടെ രാശിയാധിപൻ 1-ാം ഭാവത്തിൽ നിൽക്കുന്നതും സൂര്യൻ 2-ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനം കർമ്മരംഗത്ത് നിന്ന് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. വ്യാഴൻ നിങ്ങളുടെ 10-ാം ഭാവത്തിൽ നിൽക്കുകയാണ്, ഉച്ചനായി നിൽക്കുകയാണ്. നിങ്ങളുടെ 9-ാം ഭാവത്തിലായിരുന്നു വ്യാഴൻ ഒക്ടോബർ 18-ാം തീയതി വരെ. ഇപ്പോ ഗോചരം ചെയ്ത് നിങ്ങളുടെ 10-ാം ഭാവമായ കർമ്മരംഗത്തിനെ കുറിക്കുന്ന ഭാവമായ 10-ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും അതേപോലെ തന്നെ പ്രൊമോഷനും നിങ്ങളുടെ റെസ്പെക്റ്റും എല്ലാം കൂടാനുള്ള സാധ്യതകൾ ഈ സമയത്തുണ്ട്. ഈ മാസം മുഴുവൻ വ്യാഴൻ നിങ്ങളുടെ 10-ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുകയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചൊവ്വ നിങ്ങളുടെ 2-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. സൂര്യൻ 2-ാം ഭാവത്തിൽ വരുമ്പോഴും 17-ാം തീയതിക്ക് ശേഷം ചൊവ്വ അവിടെ നിൽക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. 2 പേരും വളരെയധികം ചൂടുള്ള ഗ്രഹങ്ങളാണ്. അപ്പൊ 2-ാം ഭാവം എന്നത് നിങ്ങളുടെ കുടുംബത്തെ കുറിക്കുന്നതാണ്. അപ്പോ കുടുംബത്തിൽ വഴക്കുകൾ കുറയ്ക്കാവുന്നതാണ്. നിങ്ങൾ മാത്രമാണ് മുന്നോട്ട് നയിക്കുന്ന ഒരു ഭാവം നിങ്ങൾക്ക് വരാവുന്നതാണ്. ബാക്കിയുള്ളവരെല്ലാരും നിങ്ങൾ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു ഭാവം വരാവുന്നതാണ്. അത് കാരണം കുറച്ച് കശപിശകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. ശനി 6-ാം ഭാവത്തിൽ മറന്നു നിൽക്കുകയാണ്. അത് കാരണം അവിടെയും പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ശത്രുക്കളൊക്കെ തിരിച്ചറിഞ്ഞ് ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. അതേപോലെ തന്നെ ലോൺ ലഭിച്ച് നിങ്ങൾക്ക് വീട് കെട്ടാനും അതേപോലെ തന്നെ വാഹനങ്ങൾ മേടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ലോണൊക്കെ പെട്ടെന്ന് കിട്ടാവുന്നതാണ് ഈ സമയത്ത്. രാഹുവും കേതുവും നിങ്ങൾക്ക് അനുകൂലമായി പൊസിഷനിൽ നിൽക്കുകയാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തുലാം രാശി അല്ലെങ്കിൽ തുലാം ലഗ്നക്കാർക്ക് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നവംബർ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ കർമ്മരംഗത്ത് മാത്രം കുറച്ച് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ എസ്പെഷ്യലി കുറച്ച് ഫോക്കസ് കൂട്ടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ബുധൻ വക്രമായി നിൽക്കുകയാണ്. നിങ്ങളുടെ 2-ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും വക്രമായി നിൽക്കുകയാണ്. ഈ മാസം അവസാനമോടെ വക്രഗതിയിൽ തന്നെ നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരുന്നതാണ്. പക്ഷേ വക്രമായി നിൽക്കുന്നത് ചെറിയൊരു നെഗറ്റീവ് കൊണ്ടുവരുന്നത്. അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവായിട്ട് നോക്കാൻ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. തുലാ രാശി തുലാ ലഗ്നക്കാർക്ക് ബാക്കിയുള്ള 11 രാശിക്കാരെ നോക്കുമ്പോഴും മാക്സിമം എഫക്ട് നിങ്ങൾക്കാണ് ഈ സമയത്ത് വരുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ബാക്കിയുള്ള ചേഞ്ചസ് ഡിസംബർ വരുമ്പോൾ കുറച്ച് നെഗറ്റീവ് വരുന്നതാണ്. അതൊന്നും നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നവംബർ നിങ്ങളുടെ മാസമാണ്. മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വൃശ്ചികക്കൂറ് അല്ലെങ്കിൽ വൃശ്ചികം ലഗ്നക്കാർക്ക് നവംബർ എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു നല്ല ഒരു മാസം ഈ മാസം നിങ്ങളുടെ മുന്നിൽ വരികയാണ്. നവംബർ മാസം നിങ്ങളുടെ രാശ്യാധിപനായ ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയിൽ സ്വക്ഷേത്രത്തിൽ നല്ല ബലവാനായി നിൽക്കുകയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ഹിമാലയത്തിന്റെ ഉയരത്തിലായിരിക്കും. നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വളരെയധികം നല്ലതായിരിക്കും ഈ മാസം. ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. വേറെ ഒരു അത്ഭുതകരമായ കാര്യം, 12 വർഷത്തിന് ശേഷം വ്യാഴൻ ഉച്ചനായിട്ട് നിങ്ങളുടെ 9-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് ഗോചരം ചെയ്തിരിക്കുകയാണ് ഈ ഒക്ടോബർ 18-ാം തീയതി. ഈ മാസം മുഴുവൻ ആ ഭാവത്തിൽ തന്നെ 9-ാം ഭാവത്തിൽ ഉച്ചനായ വ്യാഴൻ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ടുവരുന്നതാണ്. വ്യാഴന്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ തന്നെ വീഴുന്നത് വളരെയധികം കോൺഫിഡൻസ് കൂട്ടാവുന്നതാണ്. 9-ൽ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനവരവ്, കാര്യലബ്ധി, എല്ലാ തടസ്സങ്ങളും മാറ്റിക്കിട്ടൽ, മംഗളകാര്യങ്ങൾ നടക്കുന്നത്, ഇതൊക്കെ കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് ഗുരു ഈ മാസം. 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നിങ്ങൾക്ക് ദോഷമല്ല. പൂർവ്വ പുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതാണ്. പിതൃക്കളിൽ നിന്ന് വളരെയധികം നിങ്ങൾക്ക് ആനുകൂല്യം തന്നെയാണ്. കുട്ടികളുമായിട്ടുള്ള കശപിശകൾ, വഴക്കുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ അവർ ചെയ്യണമെന്ന് ഇല്ല.
അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാവുന്നതാണ്. ഈ മാസത്തിന്റെ പകുതി വരെ കർമ്മരംഗത്ത് നിങ്ങൾക്ക് ചെറിയ ഒരു തടസ്സങ്ങൾ ഉണ്ടാവാം. ഈ മാസം പകുതി വരെ സൂര്യൻ നിങ്ങളുടെ 12ാം ഭാവമായ തുലാത്തിൽ നീചനായിട്ട് നിൽക്കുകയാണ്. 17ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരികയാണ്. അപ്പൊ സ്വന്തം രാശിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചൊവ്വ എവിടെയുണ്ട്, നിങ്ങൾക്ക് സൂര്യൻ അവിടെ വരുന്നുണ്ട്, ബുധൻ നിങ്ങൾക്ക് ഈ മാസം ഓൾമോസ്റ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, വ്യാഴന്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നിട്ട് നിങ്ങൾക്ക് വളരെയധികം നല്ലത് കൊണ്ടുവരുന്നതാണ്. വിദ്യാർത്ഥികൾ ഈ മാസം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ബുധൻ നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുകയാണെങ്കിലും വക്രമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ വ്യാഴന്റെ ദൃഷ്ടി നിങ്ങൾക്ക് ആനുകൂല്യം കൊണ്ടുവരുന്നതാണ്. ഈ മാസം 24ാം തീയതിയോടെ ബുധൻ നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കാനും വിദേശത്ത് നിന്നുള്ള റിസർച്ച് നടത്താനും അതേപോലെ തന്നെ ലോണൊക്കെ ശരിയാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 10ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. 10ാം ഭാവത്തിൽ പാമ്പ് നിന്നാൽ നല്ലതാണെന്ന് പറയുക ജ്യോതിഷത്തിൽ. അപ്പോ പാമ്പ് ഗ്രഹമായ കേതു 10ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. രാഹു നിങ്ങളുടെ 4ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കൽ, നിങ്ങളുടെ കാർ മെയിൻ്റനൻസ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ പെയിന്റ് അടിക്കുക, പുതിയ ഓഡിയോ സിസ്റ്റം വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീട് മെയിൻ്റനൻസ് ചെയ്യുക, പെയിന്റ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. എന്ന് രാഹു നിങ്ങൾക്ക് എപ്പോഴും ആഡംബര പ്രിയനാണ് രാഹു. അപ്പോൾ എത്ര കൊടുത്താലും തൃപ്തിയാവില്ല എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം കൊടുത്തുകൊണ്ടിരിക്കുക രാഹുവിന്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഈ മാസം സുവർണ കാലഘട്ടമാണ്. ഇത് നിങ്ങൾ വൃശ്ചികക്കൂറുകാര്, വൃശ്ചിക ലഗ്നക്കാര് യൂട്ടിലൈസ് ചെയ്യുക. കർമ്മരംഗത്ത് നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നതാണ്. പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തു നിന്നുള്ള വരുമാനം ഇതൊക്കെ വരാവുന്നതാണ്. ശുക്രൻ 12ാം ഭാവത്തിലാണ് ഓൾമോസ്റ്റ് ഓൾ മന്ത്. അപ്പോ നിങ്ങൾക്ക് വിദേശത്തു നിന്നുള്ള വരുമാനമൊക്കെ വരാവുന്നതാണ്. നിങ്ങൾക്കിപ്പോ വിദേശത്ത് നിങ്ങൾ PR ട്രൈ ചെയ്യണം, വിദേശത്താണെന്ന് വെക്കുക. അപ്പൊ PR ട്രൈ ചെയ്യുമോ, സിറ്റിസൺഷിപ്പിന് ട്രൈ ചെയ്യുവാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾ വിദേശത്ത് പോയി ഒരു ജോലി സമ്പാദിക്കാൻ നോക്കുകയാണെങ്കിലും ഈ മാസം നിങ്ങൾക്ക് നല്ലത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വ്യാഴൻ ഉച്ചനിൽ നിൽക്കുമ്പോൾ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സൂര്യനും 17ാം തീയതിക്ക് ശേഷം അവിടെ തന്നെ വരികയാണ്. കർമ്മരംഗത്ത് കുറച്ച് ദേഷ്യം കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഇത് വിദ്യാർത്ഥികൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. 10 വർഷത്തിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ നല്ല കാലഘട്ടമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ മാസം നവംബർ മാസം വൃശ്ചികക്കൂറുകാര്, വൃശ്ചിക ലഗ്നക്കാര് എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ധനുക്കൂറ് അല്ലെങ്കിൽ ധനു ലഗ്നക്കാർക്ക് നവംബർ മാസം കുറച്ച് ചലഞ്ചസ് കൂടിയ മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം നിങ്ങളുടെ 8ാം ഭാവത്തിൽ മറന്നു. അവിടെ ഉച്ചനായിട്ടാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും കർക്കിടകത്തിൽ 8ാം ഭാവം എന്നത് നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് കൊണ്ടുവരുന്ന ഭാവം തന്നെയാണ്. നിങ്ങൾക്ക് മനക്കഷ്ടതകൾ, കൺഫ്യൂഷൻ, കർമ്മരംഗത്ത് ഒരു പിന്നോട്ട് പോക്ക്, ഇതൊക്കെയാണ് 8ാം ഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നിങ്ങൾ അധികം പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു നവംബർ മാസം മാത്രമേ ഉള്ളൂ. ഡിസംബർ 5ാം തീയതി ആകുമ്പോൾ വ്യാഴൻ നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ കുറച്ച് കഷ്ടതകൾ കുറയുന്നതാണ്. ഈ മാസത്തിന്റെ പകുതി വരെ സൂര്യൻ നിങ്ങളുടെ 11ാം ഭാവമായ തുലാത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും നീചനായിട്ടാണ് നിൽക്കുന്നത്. അത് ആനുകൂല്യമാണെന്ന് പറയാൻ സാധിക്കില്ല. അതിനുശേഷം നിങ്ങളുടെ 12ാം ഭാവമായ വൃശ്ചികത്തിൽ മറയുകയാണ്. ബുധനും ഈ മാസത്തിന്റെ ഓൾമോസ്റ്റ് മുഴുവൻ 24ാം തീയതി വരെ വൃശ്ചികത്തിൽ നിൽക്കുകയാണ് വക്രഗതിയിൽ. അത് 12ാം ഭാവത്തിൽ വക്രഗതിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് വക്രഗതിയിൽ തന്നെ പോവുകയാണ്. അതും വളരെ ആനുകൂല്യമല്ല. ചൊവ്വ 12ാം ഭാവത്തിൽ സൂര്യനോട് കൂടി ചേർന്ന് നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവുകൾ കൂട്ടാനും അതേപോലെ തന്നെ വിദേശത്ത് നിന്നുള്ള കാര്യങ്ങൾക്ക് കുറച്ച് തടസ്സം വരാനുമുള്ള സാധ്യതകളാണ് കാണുന്നത്.
നിങ്ങൾക്ക് ഒരേ ഒരു ആനുകൂല്യം ഈ മാസം പറയാവുന്നത് ശുക്രനാണ്. ശുക്രൻ തുലാത്തിലായിരിക്കും മാക്സിമം സമയം. അതായത് ഒരു 3-ാം തീയതി മുതൽ 27 നവംബർ വരെ തുലാത്തിലായിരിക്കും. അത് നിങ്ങളുടെ 11ാം ഭാവമാണ്. ലാഭസ്ഥാനത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങളൊന്നും ആനുകൂല്യം ഇല്ലെങ്കിലും ശുക്രൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു 20% നന്മ തന്നെയാണ്. നിങ്ങൾ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇമോഷണൽ കാര്യങ്ങളാണ്. 8ാം ഭാവത്തിൽ വ്യാഴം മറയുന്നത് നിങ്ങൾക്ക് മെന്റലായിട്ടും ഇമോഷണലായിട്ടും സൈക്കോളജിക്കലായിട്ടും കുറച്ച് കഷ്ടതകൾ കൊണ്ടുവരാവുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മൗഢ്യം നിങ്ങളുടെ കർമ്മരംഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ നവംബർ 17-ാം തീയതിക്ക് ശേഷം 17-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 12ാം ഭാവത്തിൽ ബുധൻ വക്രമായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കുറയാനും നിങ്ങളുടെ ചിന്തകൾ വഴിതെറ്റി പോകാനുള്ള സാധ്യതകൾ ഈ സമയം കാണുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അതേസമയം വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് ലാഭകരമാണ്. വിദേശത്ത് പോയി പഠിക്കാനും ലോൺ ലഭിക്കാനും ഒക്കെ ഈ സമയത്ത് സാധ്യതകൾ കാണുന്നുണ്ട്. കർമ്മരംഗത്ത് അനാവശ്യമായ വാക്കുതർക്കങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തലവെക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല ഈ മാസം. അതുകൊണ്ട് പൊളിറ്റിക്സിലായാലും കമ്പനിയിൽ ബാക്കിയുള്ളവരുടെ നിങ്ങളുടെ സബോർഡിനേറ്റ്സ് ആയാലും ബോസ് ആയാലും അനാവശ്യമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. വിദേശത്ത് നിങ്ങൾ ജോലി ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് തടസ്സങ്ങൾ വരാവുന്നതാണ് ഈ മാസം. ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം കുറച്ച് കാര്യങ്ങൾ ബെറ്റർ ആവുന്നതാണ്. വ്യാഴൻ 7-ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവരെ കുറച്ച് ലോ ചെയ്ത് എല്ലാ കാര്യങ്ങളും കുറച്ച് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ കരുതി ഈ മാസം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സുഗമമായിട്ട് നിങ്ങൾ ക്രോസ് ചെയ്യാവുന്നതാണ്. ധനുക്കൂറ് അല്ലെങ്കിൽ ധനു ലഗ്നക്കാർക്ക് ചലഞ്ചസ് കൂടിയ മാസമാണെങ്കിൽ ഒരു 20% പോസിറ്റീവ് ശുക്രൻ മൂലം ലഭിക്കുന്നുണ്ട്. ധനവരവിന് പ്രശ്നമില്ല. ലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ടൈംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആവും. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മകരക്കൂറ് അല്ലെങ്കിൽ മകരം ലഗ്നക്കാർക്ക് നവംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ രാശിനാഥൻ ശനിയാണ്. ശനി നിങ്ങളുടെ 3-ാം ഭാവമായ മീനത്തിൽ നിൽക്കുകയാണ്. ഈ മെയ് 29-ാം തീയതി മുതൽ 2025 മെയ് 29 മുതൽ ശനി 3-ൽ നിൽക്കുന്നത് നല്ലതാണ്. ധൈര്യവീര്യ സ്ഥാനത്ത് ശനി നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ഈ മാസം 17-ാം തീയതി വരെ സൂര്യൻ നിങ്ങളുടെ 10-ാം ഭാവത്തിലും, അത് തുലാമാണ്, തുലാത്തിൽ നീചനാണെങ്കിലും 10-ാം ഭാവത്തിലാണ്, 11-ാം ഭാവത്തിലേക്ക് മാറുകയാണ് സൂര്യൻ വൃശ്ചികത്തിലേക്ക്. ശുക്രൻ നിങ്ങളുടെ 11-ാം ഭാവത്തിലാണ് മോസ്റ്റ് ഓഫ് ദ മന്ത്. ഒരു 3-ാം തീയതി മുതൽ 27-ാം തീയതി വരെ. ബുധൻ 11-ാം ഭാവത്തിൽ നിന്ന് ഈ മാസം അവസാനത്തോടെ 10-ാം ഭാവത്തിലേക്ക് വക്രഗതിയിൽ മാറുകയാണ്. 7-ാം ഭാവത്തിൽ വ്യാഴൻ ഉച്ചനായി നിൽക്കുകയാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം വളരെയധികം നല്ലതായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്ത് നല്ലതാണ്. നിങ്ങളുടെ കർമാധിപൻ സൂര്യൻ 10-ൽ നിന്ന് 11-ലേക്ക് ഗോചരം ചെയ്യുന്നത് നിങ്ങൾക്ക് ലാഭം കൊണ്ടുവരുന്നതാണ്. നീചനായിരുന്ന സൂര്യൻ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ മാസം പകുതി വരെ തരുമെങ്കിലും 11-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ലാഭം വരുന്നതാണ്. ശുക്രന്റെ കൂടെയാണ് ചേരുന്നത്. അവിടെ ചൊവ്വയുമുണ്ട്. നിങ്ങൾക്ക് ലാഭം വരുന്ന പ്രൊമോഷൻ, ബോണസ്, ഇൻക്രിമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളുടെ വഴക്കുകളിൽ ചെന്ന് ചാടാനുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കുക. ദേഷ്യം വരുന്നതാണ് ഈ സമയം. 2 ചൂടുള്ള ഗ്രഹങ്ങൾ, അതായത് സൂര്യനും ചൊവ്വയും വൃശ്ചികം എന്ന രാശിയിൽ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കുറയ്ക്കുക. ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ലാഭം കുറയ്ക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്.
വിദ്യാർത്ഥികൾ ഈ സമയത്ത് കോൺസെൻട്രേഷൻ കൂടുതൽ ചെയ്യേണ്ടതാണ്. ബുധൻ നിങ്ങളുടെ 11ാം ഭാവത്തിൽ വക്രഗതിയിൽ നിൽക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ മന്ത് 24ാം തീയതി നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് വക്രഗതിയിൽ പോകുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ. അത് കാരണം കോൺസെൻട്രേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ സമയം. നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ട് അതായത് ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയായിട്ടോ ആലോചിച്ചോളൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുറച്ചുണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഫുൾ രമ്യതയിലാവും. നിങ്ങളുടെ കോൺട്രാക്ട്സ് ഒക്കെ മുന്നോട്ട് പോകും. ബിസിനസ് കോൺട്രാക്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ, നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. ഭാര്യ ഭർത്താവ് എന്നിവരുടെ ബന്ധം വളരെയധികം നല്ലതാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെയധികം നല്ലൊരു മാസമാണ് മകരക്കൂറുകാർക്ക്, മകരം ലഗ്നക്കാർക്ക്. നവംബർ എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ഒരു സെറ്റ് ബാക്ക് ഈ മാസത്തിന്റെ പകുതി വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത്. അതേപോലെ തന്നെ ദേഷ്യം കുറയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേഷ്യം കുറയ്ക്കേണ്ടത് വിദ്യാർത്ഥികൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം കൃത്യമായിട്ട് നിങ്ങൾക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുംഭക്കൂറ് അല്ലെങ്കിൽ കുംഭം ലഗ്നക്കാർക്ക് നവംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ രാശിയാധിപനായ ശനി നിങ്ങളുടെ 2ാം ഭാവമായ മീനത്തിൽ നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം കഴിഞ്ഞ ഒരു 5-5.5 വർഷമായിട്ട് നിങ്ങൾക്ക് 7ര ശനി എന്ന പ്രതിഭാസം നടക്കുകയാണ്. നിങ്ങൾ അതിന്റെ അവസാനത്തെ പാദത്തിലാണ്. ഇനി ഒരു 2 വർഷം കൂടെ 7ര ശനിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങളുടെ ചലഞ്ചസ്, പ്രശ്നങ്ങൾ കുറഞ്ഞായിട്ട് കുറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഒരു കഴിഞ്ഞ 5-5.5 വർഷം കർമ്മരംഗത്തായാലും ആരോഗ്യത്തിലായാലും കുടുംബത്തിലായാലും വളരെയധികം ചലഞ്ചസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ശനി രാശിനാഥനായിരുന്നാലും 7ര ശനി കുറച്ച് ചലഞ്ചസ് എല്ലാവർക്കും കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഒരാൾ ഒരു 100 കിലോ ചുമന്ന് നടക്കുകയാണ്. ആ 100 കിലോ കുറച്ച് ഞാനൊരു 25 കിലോ ആക്കിയാൽ അത് നല്ലതാണോ നല്ലതല്ലയോ? ആ ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ നവംബർ അത് കുറച്ച് എൻഹാൻസ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ നന്മകളാണ്. എന്തുകൊണ്ടെന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ അനുകൂല സ്ഥാനത്ത് തന്നെയാണ്. സൂര്യൻ നിങ്ങളുടെ 9ാം ഭാവമായ തുലാത്തിൽ നിന്ന് ഈ മാസം 17ാം തീയതി 10ലേക്ക് മാറുകയാണ്, വൃശ്ചികത്തിലേക്ക്. 9ൽ സൂര്യൻ നീചനായിരുന്നു. എന്നിരുന്നാലും വളരെയധികം ദോഷമൊന്നും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ 10ൽ വരുന്നത് കർമ്മരംഗത്ത് നിങ്ങൾക്ക് ഉയർച്ചകൾ കൊണ്ടുവരുന്നതാണ്. പ്രൊമോഷൻ ആയാലും നിങ്ങളുടെ മേലധികാരികളിൽ നിന്നുള്ള പ്രശംസയായാലും നിങ്ങളുടെ പ്രൊജക്ട് കംപ്ലീഷൻ ആയാലും ഇൻക്രിമെന്റ് ആയാലും ബോണസ് ആയാലും ഇതൊക്കെ നിങ്ങൾക്ക് നല്ലത് വരുന്നതാണ്. ഭാഗ്യവും കൂടെ തന്നെയുണ്ട്. ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചൊവ്വയും വൃശ്ചികത്തിൽ തന്നെയുണ്ട്. നിങ്ങളുടെ 10ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ചൂട് ഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ദേഷ്യം കർമ്മരംഗത്ത് നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. വളരെയധികം ദേഷ്യം വരാനുള്ള സാധ്യതകളുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് സബോർഡിനേറ്റ്സുമായിട്ടൊക്കെ ഇത് കുറച്ച് നിങ്ങൾ കുറയ്ക്കണം. തർക്കങ്ങളിൽ അധികം ഇടപെടാതിരിക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം കർമ്മരംഗത്ത് വളരെയധികം നല്ലതാണ്. ഞാൻ പറഞ്ഞു ഭാഗ്യം കൂടെ തന്നെയുണ്ട്. അതിന്റെ കാരണം ശുക്രൻ ഈ മാസം 3ാം തീയതി മുതൽ 27ാം തീയതി വരെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ൽ നിൽക്കുകയാണ്. 8ലായിരുന്നു. അപ്പോ നവംബർ 3ാം തീയതി ഗോചരം ചെയ്ത് 9ലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. വ്യാഴൻ ഉച്ചനായി നിൽക്കുന്നതും നിങ്ങൾക്ക് മോശമല്ല. നിങ്ങൾക്ക് 6ാം ഭാവത്തിൽ നിന്നാലും നിങ്ങളുടെ രോഗങ്ങൾ കുറയാനും നിങ്ങളുടെ കടങ്ങൾ കുറയാനുമുള്ള സാധ്യതകളുണ്ട്. അതേസമയം നിങ്ങൾ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വീട്, വാഹനം എന്നിവ വാങ്ങിക്കാൻ ലോൺ ഇടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഈ മാസം അത് സാധിച്ചു കിട്ടുന്നതാണ്, അപ്രൂവ് ചെയ്ത് കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ബുധൻ നിങ്ങളുടെ 10ാം ഭാവത്തിൽ വക്രമായി നിൽക്കുകയാണ്.
ബുധൻ അവിടെ വക്രമായി നിൽക്കുന്നത് എസ്പെഷ്യലി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് മൗഢ്യത വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അതേസമയം ഈ മാസം അവസാനത്തോടെ വക്രഗതിയിൽ തന്നെ 9ലേക്ക് ഗോചരം ചെയ്യുന്നതാണ്. അത് കാരണം വിദേശത്ത് പോയി പഠിക്കാനും വിദേശത്തു നിന്നുള്ള ആനുകൂല്യം ലഭിക്കാനും സാധ്യതകളുണ്ട്. പക്ഷെ മൗഢ്യമാണ്, അലസത കുറയ്ക്കുക, കോൺസെൻട്രേഷൻ കൂട്ടുക. അച്ഛൻ അല്ലെങ്കിൽ പിതൃതുല്യരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് അഡ്വൈസ് കേൾക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ലത് മാത്രമേ കൊണ്ടുവരികയുള്ളൂ. രാഹു നിങ്ങളുടെ സ്വന്തം ഭാവത്തിൽ അല്ലെങ്കിൽ സ്വന്തം രാശിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ലക്ഷറിയോട് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സിനോടുള്ള താല്പര്യം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അത് അനാവശ്യ ചെലവുകൾ വരുത്തി വെക്കാവുന്നതാണ്. അത് കുറച്ച് കുറയ്ക്കുക. അതേപോലെ തന്നെ സുഖഭോഗങ്ങളിൽ ഇടപഴകാനുള്ള ചാൻസസും ഉണ്ട്. ശനി 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതുപോലെയുള്ള താല്പര്യങ്ങൾ നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ശനി നിങ്ങൾക്ക് നിങ്ങളുടെ ധർമാധർമ്മങ്ങൾ വേർതിരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ തരുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ രാഹു 1ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവാണ്. പക്ഷെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞത് 7ര ശനി നടക്കുന്നുണ്ടെങ്കിലും ഈ മാസം ഒരു ആനുകൂല്യമായ മാസമായിട്ടാണ് കുംഭം കൂറുകാർക്ക് അല്ലെങ്കിൽ കുംഭം ലഗ്നക്കാർക്ക് കാണുന്നത്. ഈ മാസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ചലഞ്ചസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കർമ്മരംഗത്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ വിദേശത്ത് നിന്ന് വരാവുന്ന ആനുകൂല്യങ്ങളായാലും 9ൽ ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുന്നതായാലും നിങ്ങൾക്ക് പോസിറ്റീവ്സ് വളരെയധികം ഉണ്ട്. ഇത് നിങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നവംബർ സുഗമമായിട്ട് നിങ്ങൾക്ക് തരണം ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മീനക്കൂറ് അല്ലെങ്കിൽ മീന ലഗ്നക്കാർക്ക് നവംബർ മാസം എങ്ങനെയാണ് നോക്കാം. നിങ്ങളുടെ രാശിയാധിപൻ വ്യാഴനാണ്. വ്യാഴൻ ഒക്ടോബർ 18-ാം തീയതി നിങ്ങളുടെ 4ാം ഭാവമായ മിഥുനത്തിൽ നിന്ന് 5ാം ഭാവമായ കർക്കിടകത്തിലേക്ക് ഗോചരം ചെയ്തു. നവംബർ മാസം മുഴുവൻ വ്യാഴൻ നിങ്ങളുടെ 5ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചനായി നിൽക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആനുകൂല്യമാണ്. പിതൃക്കളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. കുട്ടികൾ ഉണ്ടാവാതിരുന്ന് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ദമ്പതികളാണെങ്കിൽ ഈ സമയം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അത് പറഞ്ഞാലും കഴിഞ്ഞ ഒരു 6 മാസമായി നിങ്ങൾക്ക് ചലഞ്ചസ് വളരെ കൂടുതലായിട്ടാണ് നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതകളുണ്ട്. അത് 7ര ശനി മൂലമാണ്. 7ര ശനി ഇപ്പൊ നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുകയാണ്. അതായത് 2ാം പാദമായ 7ര ശനിയുടെ 2ാം പാദത്തിൽ നിങ്ങൾ നിൽക്കുകയാണ് കഴിഞ്ഞ മാർച്ച് മുതൽ. ഇത് നിങ്ങൾക്ക് വളരെയധികം ചലഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടാവും. എസ്പെഷ്യലി നിങ്ങളുടെ ആരോഗ്യത്തിൽ, കുടുംബത്തിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മരംഗത്ത്, ഓഫീസിലൊക്കെ വളരെയധികം ചലഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ പകുതി വരെ സൂര്യൻ നിങ്ങളുടെ 8ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം 9ാം ഭാവമായ വൃശ്ചികത്തിലേക്ക് വരികയാണ്. അത് കുറച്ച് ആനുകൂല്യമാണ്. പകുതി വരെ ബുദ്ധിമുട്ടുകളാണ്. മാസത്തിന്റെ പകുതി വരെ ബുദ്ധിമുട്ടുകളാണ്. വ്യാഴൻ നന്നായി നിന്നാലും സൂര്യൻ അവിടെ മറഞ്ഞു നിൽക്കുന്നത്, 8ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നത് അത്ര നല്ലതല്ല. 9ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നല്ലത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. 9ാം ഭാവത്തിൽ ചൊവ്വയും കൂടെ നിൽക്കുന്നുണ്ട്. അത് കാരണം കർമ്മരംഗത്ത് കുറച്ച് ദേഷ്യം കുറയ്ക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. വ്യാഴന്റെ ദൃഷ്ടി വാങ്ങിയാണ് സൂര്യനും ചൊവ്വയും അവിടെ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ലതാണ്. ശുക്രൻ നിങ്ങളുടെ 8ാം ഭാവത്തിൽ മറയുകയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് കൂടും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 50-50% ആണ് ഗുണദോഷ സമ്മിശ്രമാണ് ഈ മാസം. ആനുകൂല്യം വരുന്നത് വ്യാഴൻ മൂലമാണ്. പകുതിക്ക് ശേഷം സൂര്യനും ചൊവ്വയും മൂലമാണ്. വ്യാഴൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നാലും 7ര ശനി എന്ന പ്രതിഭാസം നിങ്ങളെ ഇനി ഒരു 2 വർഷം ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങൾ അറിഞ്ഞു മുന്നോട്ട് പോവുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടാവും. അത് കാരണം അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്.
ചലഞ്ചസ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കുറയാനുള്ള സാധ്യതകളുണ്ട്. അത് കാരണം അത് കൃത്യമായിട്ട് അന്വേഷിച്ച് പലതരം മാർഗങ്ങൾ ആരാഞ്ഞ് അഡ്വൈസ് കണ്ടുപിടിച്ച് ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ പിതാവിന്റെ അല്ലെങ്കിൽ പിതൃതുല്യരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കുറച്ച് മൗഢ്യത അലസത വരാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ബുധൻ വക്രഗതിയിലാണ്. ബുധൻ ഈ മാസം അവസാനം വക്രഗതിയിൽ തന്നെ വൃശ്ചികത്തിൽ നിന്ന് തുലാത്തിലേക്ക് പോകുന്നതാണ്. അത് കുറച്ച് നല്ലതാണെന്ന് പറയാം. പക്ഷേ വക്രഗതിയിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അത്ര നല്ലതല്ല. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നവംബർ മാസം മീനം കൂറുകാർക്ക് അല്ലെങ്കിൽ മീനം ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചലഞ്ചസ് ഉള്ളതാണ്. വ്യാഴൻ അനുകൂലമായി നിൽക്കുന്നത്. വീട്ടിൽ ചില നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ പകുതിക്ക് ശേഷം കർമ്മരംഗത്ത് കുറച്ച് നല്ലത് വരാവുന്നതാണ്. പക്ഷേ ചലഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാസം സുഗമമായിട്ട് തരണം ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.